തിരുവനന്തപുരത്തിന് സമീപം മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ അന്വേഷണ ഉത്തരവിട്ട് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ. പനാമ രജിസ്ട്രേഷനുള്ള കപ്പലാണ് ബോട്ടിടിച്ചത്. കാണാതായ 2 പേർക്കുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സിജോ വി ജോൺ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനേ. ഷിജോ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക? ഒപ്പം ഈ കാണാതായവർക്കുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അത് ഊർജിതമായി നടക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അപകടമുണ്ടായി ഒരു ദിവസം പിന്നിട്ടിട്ടും ഈ കാണാതായ 2 പേരെയും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അതേസമയം ഇതിൽ രക്ഷപ്പെട്ട 9 പേരെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 10 മണിയോടുകൂടിയാണ് അവരെ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിൽ സുരക്ഷിതമായി വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. ഒന്ന് അതിന്റെ സ്ട്രാങ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ബോട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾ കൂടിയാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത്. മറ്റുള്ള ആളുകൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഇവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. എന്തായാലും ഇത് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ അന്വേഷണത്തിൽ പ്രധാനമായും പരിശോധിക്കുന്നത് പറയുന്നത് അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്നുള്ളത് തന്നെയാണ്. ഈ ഷിപ്പ് അധികൃതരുമായും ഇപ്പോൾ ആളുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വിശദമായ അന്വേഷണം മാത്രമാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ.